സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദുബായിൽ സ്കൈഡേ ബീച്ചിൽ സ്കേറ്റ് ചെയ്യാനായിട്ടാ. നമ്മളെ കൂടെ ഉള്ളവരത് ഫ്രണ്ടിൽ അങ്ങനെ അടിച്ച് പോകുന്നുണ്ട്. ഞാനും സ്കേറ്റ് ചെയ്തിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരാഴ്ചയും കൂടിയുള്ള നമുക്ക് ഇനി ഇതേപോലെ സ്കേറ്റ് ചെയ്യാനൊക്കെ പകൽ പറ്റുക. ഇതിനോട് മുന്നോടിയായിട്ടുള്ള വീഡിയോസാണിത്. പിന്നെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ആവും ചെയ്യലുണ്ടാവേ. വീഡിയോ ഇഷ്ടപ്പെടുത്തുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി സ്കൈറ്റിങ് കേട്ടോ. അത് ബീച്ചിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് ദുബായ് സ്കൈഡേ ബീച്ചിലത്തെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങനെ എൻ്റെ കൂടെ അവരെല്ലാം അങ്ങ് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരെ കൂടെ അങ്ങനെ പോവാണ്. ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിർത്തിയെന്ന് മാത്രം. ബീച്ചിലത്തെ വ്യൂ സൈക്ലിങ് ചെയ്യാനും സ്കൈറ്റിങ്ങിനും ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ. അടിപൊളി. ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? നമ്മളെ ടീമാണ് പോകുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റുള്ളത് കൊണ്ട് തന്നെ അവിടെ നീങ്ങണില്ല. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ സ്കേറ്റ് ചെയ്ത് ഒരുപാട് ദൂരങ്ങൾ പിൻപെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചുരുങ്ങിയത് 4 കിലോമീറ്ററൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ നല്ല നല്ല ഭാഗങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കി പിന്നെ ചെറിയും കളിയും കാര്യങ്ങളും പിന്നെ ഒരുപാട് തന്നെ നമുക്ക് തന്നെ കാണാനുണ്ട്. അതൊക്കെ കണ്ടിട്ടും ഒക്കെ വന്ന് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ട്രാക്ക് ഇങ്ങനെ ഇവിടെ അവസാനിക്കണം. അത് കഴിഞ്ഞാൽ കുറച്ച് റോട്ടിൽ കൂടെ പോയിട്ട് വീണ്ടും നമ്മൾ ഇതേപോലത്തെ ട്രാക്കിലേക്ക് വീണ്ടും കയറും കേട്ടോ. എന്നിട്ട് അതേപോലെ ഇതാ വീണ്ടും നമ്മൾ ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ നല്ല കാറ്റാണ്. കാറ്റതുകൊണ്ട് അങ്ങോട്ട് കയറില്ല. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് ഇതാക്കുക തന്നെ. എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയത് ഒരു 8 കിലോമീറ്റർ ഒരു വൺ വേ ഉണ്ടാവും. പിന്നെ ഇത് അവിടെ ഒരുപാട് പക്ഷികൾ മറ്റേ കടൽക്കാക്കകളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ അങ്ങനെ അത്രയധികം കടൽക്കാക്ക. നല്ല കാഴ്ചകളായിരുന്നു. ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ടിട്ടുള്ള അടിപൊളി യാത്രയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബീച്ചും ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള സൈക്കിൾ ട്രാക്ക്, അതിൽ കൂടെ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. പിന്നെ സ്കേറ്റ് ബോർഡിൻ്റെ ആൾക്കാർ പോകുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു ടീമുകൾ നിൽക്കണില്ല. അതായത് നിൽക്കുന്ന വേറെ ടീം. പിന്നെ അത് കൂടാണ്ട് തന്നെ ചിലവരൊക്കെ ഇങ്ങനെ 2-3 ആയിട്ടുള്ള ടീമുകളൊക്കെ ഇങ്ങനെ പോകണ കാണാം. ഏറ്റവും കൂടുതൽ സൈക്കിൾ തന്നെ കേട്ടോ. പിന്നെ സൈക്കിളിൽ പോകാനുള്ള സ്പീഡ്, അങ്ങോട്ട് പോകാനുള്ളത്. പിന്നെ നമുക്ക് ചില സ്ഥലത്ത് കാണാൻ പോണ സ്പീഡെല്ലാം ബോർഡിൽ തെളിഞ്ഞു വരുന്നത് കാണാം. നിങ്ങൾക്ക് ചില സ്ഥലത്ത് ഇങ്ങനെ കാണാൻ പറ്റും. നോക്കി നോക്കാം, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന്. ബീച്ചും ബീച്ചിൻ്റെ സൈഡിലത്തെ വ്യൂ കേട്ടോ, അത് തന്നെയാണ് സൂപ്പറായിട്ടുള്ളത്. പിന്നെ കാറ്റ്, നല്ല കാറ്റാണ്, തണുത്ത കാറ്റായിരുന്നു. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. തിരിച്ചു വരുമ്പോൾ ഇരുട്ടായിട്ടുണ്ട്. വൺ വേ മാത്രമേ നമ്മൾ വീഴെടുത്തിട്ടുള്ളൂ. സൈക്കിൾ പോകണ പോക്കണ്ടില്ല. അതൊക്കെ ജെറ്റ് പോകണ പോലെയാണ് പോണത്.
നമ്മൾ പിന്നെ ഈ ഒരു കാഴ്ച പാരച്യൂട്ടിൻ്റെ കണ്ടില്ലേ, അയവ സൂപ്പറായിരുന്നു. അതവിടെ പഠിപ്പിക്കണതുണ്ട്, പിന്നെ നമുക്കവിടെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാനുള്ളതുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു സംഭവം തന്നെ ആയിരുന്നിട്ടാ. ഞാനിതെങ്ങനെ പോണ് സ്കേറ്റിങ്ങിൽ കണ്ടില്ലേ, എങ്ങനെയുണ്ട്. നല്ല കാറ്റുണ്ട്, കാറ്റിന് നീങ്ങണില്ല. തണുത്ത കാറ്റുള്ളത് കൊണ്ടാണ് ഞാൻ ആ എയർപോർട്ട് അവിടെ വെച്ചില്ല കേട്ടോ. അതിൽ പാട്ടൊന്നുമില്ല, അത് കാറ്റ് അടിക്കണ്ട വെച്ചിട്ട് സ്റ്റൈലിന് വേണ്ടി വെച്ചത് മാത്രം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കാഴ്ചകൾ കാണാൻ മാത്രമുണ്ട്. നമ്മൾ ടീം ഇതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്, എപ്പോഴൊക്കെ നല്ല സമയത്ത് മാത്രം. അതാണ്ടില്ല വേറെ ടീം പോകണുണ്ടല്ലോ 2 ആൾക്കാർ. ഇതാണ് സൂപ്പറായിട്ടുള്ളത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അയ്യവ എന്തപ്പോൾ കഥ, സൂപ്പറാണത്. ആ പാരച്യൂട്ടുമ്പോൾ അത് നമ്മൾ അങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് സ്കേറ്റ് ചെയ്ത് പോയിട്ട് എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, അവരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടില്ലേ, എല്ലാവരും അത് വീഡിയോ ഒക്കെ എടുക്കുക തന്നെയായിരുന്നു. അവർ ആ പെൺകുട്ടീനെ കളിയാക്കിച്ച് ഇതാക്കുന്ന കേട്ടാ. കാറ്റിന് നീങ്ങണില്ല സ്കേറ്റ് ചെയ്തിട്ട്. അപ്പം ഓരോരുത്തരെ പിടിച്ചിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഇത് പോകണം. നല്ല കാറ്റായിരുന്നു. ആ പാരച്യൂട്ടിൻ്റെ ആ ഒരു സംഭവം തന്നെ കേട്ടോ സൂപ്പർ. ഒരു രക്ഷമില്ലാത്ത വൈബ് കാഴ്ചകളായിരുന്നു. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. എല്ലാം കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ടായിരുന്നു കാഴ്ച? അടിപൊളിയല്ല. ആ പച്ച ലൈറ്റ് കണ്ടില്ല ആ സൈഡിൽ, അതാണ് അമ്മ പോണ സ്പീഡ് കണക്കാക്കുന്ന ആ ഒരു ഇതാണ് അത് ആ കാണിച്ചു തന്നത്. അതൊരു അടിപൊളി തന്നെയാണ്. ചില ഭാഗങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഒരുപാട് സ്കേറ്റ് ചെയ്ത് പിന്നെ ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചുരുങ്ങി 4-5 പേര് കൂടിയിട്ടുള്ള അടിപൊളി സ്കേറ്റിംഗ് വീഡിയോസ് ആയിട്ടാ ഈ ഒരാഴ്ച നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.